നമുക്കിതിനിങ്ങനെ പ്രത്യേകിച്ച് സീസണോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാ സമയത്തും കായ്കളുണ്ടാവും. അടിപൊളി മധുരം കേട്ടോ. ഹലോ, നമ്മളിന്ന് പരിചയപ്പെടുന്ന അടിപൊളി ഒരു ഫ്രൂട്ട് പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ പേരാണ് സൂറിനാം ചെറി. ഇത് മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, ഈ ചെടിയുടെ പേര് അറിയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിൽ കമൻറ്റ്സാണ് ഈ കാണുന്നത്. അതിൽ ഒരാൾ പറഞ്ഞത് ഉഗാലോ ചെറി എന്ന് കൂടി ഇത് അറിയപ്പെടുന്നുണ്ടെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ മുളക് നെല്ലിക്ക, അതൊരു തിരുവനന്തപുരത്തെ ഒരു ആൾ പറഞ്ഞതാണ്. മുളക് നെല്ലിക്ക എന്നാണ് അവരുടെ നാട്ടിൽ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബ്രസീലിയൻ ചെറി, ആപ്പിൾ ചെറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ സൂറിനാം ചെറി. പലർക്കും ഈ ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചിട്ട് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞിട്ടുള്ള 3-4 പേരുകളല്ലാതെ വേറെയും ഏതെങ്കിലും പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതണേ. നമ്മളിതിൻ്റെ തൈകളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്പാണ് കേട്ടോ. ഒന്നെങ്കിൽ സീഡ്ലിങ് നമുക്ക് കുരു മുളപ്പിച്ച് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലെയർ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. തൈകൾ കുരു മുളപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു 1 ഇയർ അബോ 1 to 2 ഇയർ നോർമലി ആവുന്നുണ്ട് കായ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ലെയർ ആണെന്നുണ്ടെങ്കിൽ എളുപ്പം കായ്ച്ചു തുടങ്ങുന്നുണ്ട്. ഈ സൂറിനാം ചെറിയുടെ മെയിനായിട്ട് നമുക്കൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് അധികം സ്ഥലമൊന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഇതിന് കണ്ടില്ല, ഒരു അത്യാവശ്യം ഒരു 25 ഇഞ്ച് ഗ്രോ ബാഗിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ നമുക്ക് ഒരു ഡ്രമ്മോ അല്ലെങ്കിൽ വലിയൊരു പോട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാവുന്ന കേട്ടോ. അധികം പരിപാലനം തീരെ കുറവാണ്. വലിയ നമുക്ക് നശിച്ചു പോകുന്നുള്ളൊരു പ്രശ്നമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ചൂടിൻ്റെയോ ഇതൊന്നും വലിയ ബാധകമല്ലാത്തൊരു ചെടിയാട്ടോ നമുക്ക് ഈ സൂറിനാം ചെടി. അത്യാവശ്യം ഒരു വെയിൽ കിട്ടുന്നൊരു സ്ഥലത്ത് വെച്ചാലേ ഇതിൻ്റെ ഫ്രൂട്ട് അത്യാവശ്യം കൂടുതൽ പൂക്കളുണ്ടാവും, അതുപോലെ തന്നെ കായ്ക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയൊരു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു നോർമലി ഒരു 2 a day എന്നൊരു രീതിയിലൊക്കെ കൊടുത്താൽ മതിയാവും. ഇതിന് പിന്നെ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഫ്രൂട്ടിങ് ടൈമൊന്നുമില്ല കേട്ടോ. ഒരു ഓൾ സീസൺ പോലെയാണ്, നമുക്ക് എപ്പോഴും കായ്കളുണ്ടാവും. അതുപോലെ തന്നെ സൂറിനാം ചെറി കഴിച്ചിട്ടുള്ള പലരും പറയാറുണ്ട് ഇത് പുളിയാണെന്നുണ്ടോ. പക്ഷേ ആക്ച്വലി അതിന് ടേസ്റ്റ് പുളിയല്ല, മധുരമാണ്. അതെന്തുകൊണ്ടാണ് പുളി എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അതായത് ഈ പഴം ഉണ്ടാകുന്ന തുടക്ക സമയത്ത് ഇത് പച്ചയായിരിക്കും. ഓക്കെ, അത് പിന്നെ ഒരു മഞ്ഞയിലോട്ട് മാറും, പിന്നെ അത് ഓറഞ്ച് ഷെയ്ഡിലോട്ട് മാറും, പിന്നീടാണ് റെഡിലോട്ട് വരിക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ റെഡ് കളറായ ശേഷം മാത്രം കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മധുരമായിരിക്കും കേട്ടോ. മധുരം മാത്രം നല്ല ക്രീമി, നല്ല ഫ്ലഷി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ജ്യൂസി ടൈപ്പിൽ കഴിക്കുമ്പോഴാണ് നമുക്കതിൽ ശരിക്കുള്ളൊരു ടാങ്കി ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അല്ലാതെ ആ ഒരു യെല്ലോ ഷെയ്ഡിലോ അതല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡിലോ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ പുളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സൂറിനാം ചെറി അതിൻ്റെ യഥാർത്ഥ കളർ അതായത് റെഡിലോട്ട് മാറിയ ശേഷം മാത്രം കഴിക്കുക കേട്ടോ. ഇതൊരു ഇത്തിരി കുഞ്ഞൻ ഫ്രൂട്ടാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇതിലൊരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതിന് മെയിനായിട്ട് നമുക്ക് വൈറ്റമിൻ സി ആണ്, പിന്നെ ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിൻ്റെയൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കൂടാതെ നമുക്കിത് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. നമുക്ക് ഈ സൂറിനാം ചെറിയുടെ ഫ്രൂട്ട്സ് മെയിനായിട്ട് ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ ജാം, ജെല്ലി ഒക്കെ ഉണ്ടാക്കാനാണ് കൂടുതലും യൂസ് ചെയ്യാമെന്നാണ് ഇത് അറിയുന്നത്. പക്ഷേ അത് നമുക്കത് നേരിട്ട് കഴിക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനീ പറഞ്ഞിട്ടുള്ള ആ ഒരു അതിൻ്റെ യഥാർത്ഥ റെഡ് കളറിലോട്ട് വന്ന ശേഷം മാത്രം കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്കത് സ്വീറ്റായിട്ടുള്ളൊരു ടേസ്റ്റിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റ് അധികം കെയർ കൊടുക്കാത്ത, അധികം സ്ഥലം പ്രശ്നമല്ലാത്ത ഒരു പ്ലാന്റ് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യേണ്ടതാട്ടോ. ലെയർ പ്ലാന്റ്സ് എല്ലാം നമുക്ക് നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ്, എല്ലാവിടെയും കിട്ടും. ഇതിൻ്റെ തന്നെ നമുക്കൊരു ബ്ലാക്ക് കളറിലൂടെയുള്ളൊരു ഷെയ്ഡിലുള്ളൊരു പ്ലാന്റ് കൂടിയുണ്ട്, ബ്ലാക്ക് വെറൈറ്റി. അതിന് ബ്ലാക്ക് സൂറിനാം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ ഫ്രൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് തൈകൾ ഇതുപോലെ ഫ്രൂട്ട് ബാഗുകളിലും ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.